1 കൊരിന്തോസ് 1-ാം അധ്യായത്തിന്റെ 24. യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. അവൻ തന്റെ ശക്തിയുടെ വചനത്താൽ, വചനം തന്നെയായ ക്രിസ്തുവാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്. വിളിക്കപ്പെട്ടവർക്ക്, യഹൂദരോ ഗ്രീക്കുകാരോ ആവട്ടെ, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനമാണ്. ക്രിസ്തു വചനമാണ്, വചനമായ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയാണ്, ക്രിസ്തു ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ. 1 കൊരിന്തോസ് 4-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനം, ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണ് പ്രകടമാകുന്നത്. ദൈവരാജ്യം വാക്കുകളിലല്ല, ദൈവത്തിന്റെ ശക്തിയിൽ, ദൈവവചനത്തിന്റെ ശക്തിയിൽ, പരിശുദ്ധാത്മ ശക്തിയിലാണ് പ്രകടമാകുന്നത്. കരമേറ്റി യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ, 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 യേശുവേ. പോരാ, ഉച്ചത്തിൽ വിളിച്ചേ, യേശുവേ. ദൈവരാജ്യം വാക്കുകളിലല്ല, ദൈവരാജ്യം വാക്കുകളില്ല, ശക്തിയിലാണ് വെളിപ്പെടുന്നത്. ദൈവവചനത്തിന്റെ ശക്തി, ക്രിസ്തുവിന്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി, അഭിഷേകത്തിന്റെ ശക്തിയിലാണ്, വചനത്തിന്റെ ശക്തിയിലാണ് ദൈവത്തിന്റെ രാജ്യത്തിന്റെ വെളിപ്പെടുത്തൽ നടക്കുന്നത്, സംഭവിക്കുന്നത്. ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണ്. ഇത് ദൈവത്തിന്റെ ശക്തിയാണ്, വചനത്തിന്റെയും ആത്മാവിന്റെയും ഒക്കെ ശക്തിയാണ്. അത് സമൂഹ മധ്യത്തിൽ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, എല്ലാം ദൈവവചനത്തിലൂടെയാണ് സംഭവിക്കുന്നത്. സങ്കീർത്തനം 107:20. അവിടുന്ന് വചനമയച്ചുകൊണ്ട് അവരെ വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ആദ്യം പറയുന്നു സൗഖ്യമാക്കി. വചനമയച്ച് അവരെ സൗഖ്യമാക്കി. വചനം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ സൗഖ്യം പ്രാപിക്കുക. വിനാശം, തകർച്ചകൾ, പരാജയങ്ങൾ, നഷ്ടങ്ങൾ, തോൽവികൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ദുർമരണങ്ങൾ എല്ലാം നീങ്ങുകയാണ്. വിനാശത്തിൽ നിന്ന് വചനമയച്ചുകൊണ്ട് അവൻ നിങ്ങളെ വിടുവിക്കുക. അപ്പോൾ സൗഖ്യം, വിനാശത്തിന് വിടുതൽ സംഭവിക്കുന്നത് വചനത്തിലൂടെയാണ്. ജ്ഞാനം 16:12. ജ്ഞാനം 16:12. കർത്താവേ, മരുന്നോ ലേപന ഔഷധമല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. മരുന്നല്ല, ലേപന ഔഷധമല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. സൗഖ്യം നൽകുന്നത് ദൈവത്തിന്റെ വചനമാണ്. വിനാശത്തിൽ നിന്ന് വിടുവിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. സാത്താനെ ബന്ധിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തില് 28. ഞാൻ ദൈവാത്മാവിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പൈശാചിക ശക്തികൾ നിങ്ങളെ വിട്ടൊഴിയും. വ്യത്യസ്തമായ അരൂപികൾ എല്ലാ മനുഷ്യരിലുമുണ്ട്. അതേക്കുറിച്ചൊക്കെ നാളെ നമ്മൾ കേൾക്കും. വ്യത്യസ്തമായ അരൂപികൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ വിട്ടൊഴിയുക. മത്തായി 8:16. മത്തായി 8:16. സായാഹ്നമായപ്പോൾ അനേകം പിശാചുബാധിതരെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കി. പിശാചിനെ പുറത്താക്കുന്നത്, ബന്ധിക്കുന്നത് കർത്താവ് തന്റെ വചനത്തിലൂടെയാണ്. മത്തായി 28:18. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എല്ലാ അധികാരങ്ങളും യേശു ക്രിസ്തുവിനാണ്. ആ യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ട് യേശുവിന്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയെ പിശാച് ബന്ധിക്കത്തില്ല. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്.
സകല അധികാരങ്ങൾക്കും ഉടയവനായ യേശു എൻ്റെ ഉള്ളിലുണ്ട്. അവന്റെ കൂടെ ഞാൻ നടക്കുന്നുവെങ്കിൽ, അവനുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധത്തിലാണെങ്കിൽ, ഒരു പിശാചിനും നിങ്ങളെ ബന്ധിക്കാനായിട്ട് സാധ്യമല്ല. അവനുമായിട്ടുള്ള ബന്ധം മുറിയുമ്പോൾ സാത്താന് നിങ്ങളുടെ മേൽ, മനുഷ്യന്റെ മേൽ ആധിപത്യം ഉണ്ടാവുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സാത്താനും ബന്ധിക്കാൻ പറ്റത്തില്ലേ? നമ്മുടെ ഉള്ളിലുള്ളവൻ സാത്താനെ പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തിയവനാണ്, തോൽപ്പിച്ചവനാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, സകല അധികാരങ്ങളും അവനുണ്ട്. അവൻ നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മിലൂടെ അധികാരമെടുത്താൽ എല്ലാം ശരിയാവും. അതാണല്ലോ നമ്മൾ വായിക്കുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷത്തില് 16-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം പറയുന്നു, എൻ്റെ നാമത്തിൽ അവർ പിശാചുക്കളെ പുറത്താക്കും. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും. 18-ാം വചനം, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്ത് കുടിച്ചാലും അതുവരെ ഉപദ്രവിക്കില്ല. അവർ രോഗിയുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ പിശാചിനെ പുറത്താക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ രോഗിയുടെ മേൽ കൈവയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കും. ഉയർത്തെഴുന്നേറ്റ കർത്താവ്, സകല അധികാരങ്ങളും ഉള്ളവനായ യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അവന്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി, അവനിലൂടെ ഒഴുകുന്ന ആ ശക്തി നമ്മിലൂടെ വെളിപ്പെട്ടു കഴിയുമ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മിലൂടെ ദൈവാത്മാവിന്റെ ശക്തിയുടെ ഒഴുക്കുണ്ടാവണം. ദൈവാത്മാവ് നമ്മൾ വസിക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. വചനമായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കണം. അവൻ സർവശക്തനാണ്. കരമടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരം ഉയർത്തിയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും കരം ഉയർത്തി അടിച്ച് യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത് വചനത്തിലൂടെയാണ്. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ കേട്ടു. ഇനി രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത് വചനത്തിലൂടെയാണ്. മരുന്നോ ലേപനാവശ്യമല്ല, കർത്താവ് അങ്ങയുടെ വചനമാണ് രോഗികളെ സുഖം. അപ്പൊ എല്ലാറ്റിനെയും സൗഖ്യം, വിടുതല, ബന്ധങ്ങൾ തകർക്കുന്നു, ശാപം വിട്ടു പറഞ്ഞു, എല്ലാം കർത്താവ് ചെയ്യുന്നത് വചനം അയച്ചുകൊണ്ടാണ്. ഹല്ലേലൂയ. ഈ വചനം വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, അനുസരിക്കുമ്പോൾ എല്ലാം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തില് നമുക്ക് വചനം ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് മാറണം. ഈ വിശുദ്ധ ബൈബിൾ, ഈ സമ്പൂർണ്ണ ബൈബിൾ പൂർണ്ണമായിട്ട് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എത്ര പുസ്തകമുണ്ട്? ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എത്ര? 75 76 എത്ര പുസ്തകം? എത്ര പുസ്തകമുണ്ട്? 76 എത്ര? 75 ഉറപ്പാണോ? 73 അഭിപ്രായമുള്ളത് കരുതി കാണിച്ചേ. 73 വിശുദ്ധ ബൈബിള് 73 പുസ്തകമേ ഉള്ളൂ. ചിലയിടത്തൊക്കെ ചോദിച്ചപ്പോൾ 76 83 വരെ വന്നിട്ടുണ്ട് വിശുദ്ധ ബൈബിളിലെ പുസ്തകം. അത്രമാത്രം നിശ്ചയമാണ് നമ്മുടെ വിശ്വാസികൾക്ക്. ഞാൻ ചോദിക്കട്ടെ, ഈ സമ്പൂർണ്ണ ബൈബിള് പൂർണ്ണമായിട്ട് ഒരു തവണയെങ്കിലും വായിച്ചിട്ടുള്ളവര്, ഒരു തവണ വായിച്ചിട്ടുള്ളവർ കരവെത്തി കാണിച്ച് ഒരു തവണ ഒന്ന് കൈവീശിക്കേ. ഇനി അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ളവര് ആ കൈ ഉയർത്തി വീശുന്നവരെ നോക്കിക്കേ, കൈ ഉയർത്തി വീശിക്കേ. കണ്ടോ എത്ര പേരുണ്ട്? ഒരു 100 പേര് പോലുമില്ല. കൈ വീശി കാണിച്ച കൈ ഉയർത്തിയവര് ഒരു 100 പേരെ എണ്ണാനില്ല, കൂടി വന്നൊരു 10-60 പേര് കാണും. കണ്ടോ സ്ഥിതി എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ ദൈവവചനമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. അവിടെ ചെല്ലുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ ചോദിക്കും, ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും, തൃശ്ശൂർ ജില്ലയാണോ? പത്രോസ് അപ്പോസ്തലൻ ചോദിക്കും. അതെ, തൃശ്ശൂർ ജില്ല. പേരെന്താ? തെരസ്യാമ. പേരൊക്കെ കൊള്ളാം. തെരസ്യാമ ചേട്ടത്തി സമ്പൂർണ്ണ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? എൻ്റെ അപ്പസ്തോല എപ്പോൾ വായിക്കാൻ സമയം കിട്ടാനാണ്? പിള്ളേര്, കന്നുകാലി, 100 കൂട്ടം പണികൾ. അത് കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ടെലിവിഷൻ, 7 മണി മുതൽ 10 മണി വരെ ടെലിവിഷൻ, സീരിയൽ കാണണം. സീരിയൽ കണ്ട് കരയണം, ബഹളം വെക്കണം, വീട്ടിൽ ചിത്ത വിളിക്കണം, മക്കളെ ശപിക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴും ഇത് വായിക്കാനായിട്ട് നേരവാ. നിങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയി, അധികം ഇങ്ങോട്ടേക്ക് വന്നില്ലേ?
ആ മനുഷ്യൻ ഈ വഴിക്കോട്ട് കണ്ടയില്ലല്ലോ. ഇതാ അവസ്ഥ. ഹല്ലേലൂയ. ഞാൻ കുഞ്ഞു ചോദ്യം കൂടെ. 4 സുവിശേഷമുണ്ട്. 4 ഉള്ളോ മക്കളെ? 4 ഉള്ളോ? സുവിശേഷം എത്ര? 4 5 മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, തോമസ്, അന്ത്രയോസ്? ഇല്ല, 4 ഉള്ളൂ. ഓക്കെ, 4 സുവിശേഷം ഉള്ളൂ. ഹല്ലേലൂയ. ഈ 4 സുവിശേഷത്തിൽ ഒരെണ്ണമെങ്കിലും ഫുള്ളായിട്ട് വായിച്ചിട്ടുള്ളവർ ഒന്ന് കരപറ്റി കാണിക്കാം. 4-ൽ ഒരെണ്ണമെങ്കിലും ഒന്ന് കൈവീശി കാണിച്ചേ. ഒരു 10-200 പേരുണ്ട്. അതുപോലും വായിക്കാത്തവരിവിടെയുണ്ട്. ഈ വചനം ഒന്ന് വായിച്ചു തുടങ്ങാതെ നമ്മൾ അനുഗ്രഹിക്കപ്പെടത്തില്ല. നമ്മുടെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ വചനങ്ങൾ നമ്മൾ വായിക്കുന്നില്ല, പഠിക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തിൽ, മനസ്സിൽ, ബുദ്ധിയിൽ ഒന്നും ഈ വചനമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തത്. ഞാൻ പറഞ്ഞ വചനത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞു. യോഹന്നാൻ 15:3. ഈ വചനം വായിക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. എനിക്ക് ഒത്തിരി അനുഭവമുണ്ട് വചനമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ട്. ഒരിക്കലും ഞാൻ അമേരിക്കയിൽ ഒരു ധ്യാനത്തിന് പലതവണ പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടെ എമിഗ്രേഷൻ വേണ്ടി ക്യൂ നിൽക്കുക. ഒത്തിരി ആളുകളുണ്ട്. ആ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ചെല്ലുന്ന ക്യൂവിൽ കൗണ്ടറിൽ ഒരു നീഗ്രോ, ഒരു കർത്തവർഗ്ഗക്കാരനോ ഒരു മനുഷ്യനായിരിക്കുന്ന ജാനുബാഹു മുട്ടയൊക്കെ അടിച്ചൊരു മനുഷ്യനായിരിക്കുന്നത്. ആ മനുഷ്യന് ഇങ്ങനെ ചെല്ലുന്നവരൊക്കെ കർശനമായിട്ട് ചോദ്യം ചെയ്ത് ഫയലൊക്കെ മേടിച്ചു നോക്കി ദേഷ്യപ്പെടുകയൊക്കെ ചെയ്ത് അടിച്ചു കൊടുത്ത് ഇങ്ങനെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൊന്തയെടുത്തിട്ട് ഞാൻ ഒറ്റ വചനം, റോമ 8:31, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരേൽക്കും? ആ കൊന്തയിലൂടെ ദൈവം നമ്മുടെ പക്ഷത്ത് ഇങ്ങനെ ചെല്ലുകയാണ്. ഒരു 100 കഴിഞ്ഞു. എനിക്കൊരു 10-200 തവണെങ്കിലും ആ വചനം ചൊല്ലി എനിക്ക് മുന്നേ ഉള്ള ആൾ പോയി. ഞാൻ എൻ്റെ കൊന്ത പോക്കലിലിട്ടു. ഞാൻ കൊണ്ടുവന്നു. ഈ മനുഷ്യൻ എൻ്റെ മുഖത്തേക്ക് നോക്കി, ഒന്നും മിണ്ടിയില്ല. ഞാൻ പാസ്പോർട്ട് അങ്ങോട്ട് കൊടുത്തു. തുറന്നു നോക്കി. എന്തിനാ വന്നത്? അല്ലെങ്കിൽ അവിടെ ധ്യാനത്തിനുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ എടുത്ത് ഞാൻ കൊടുത്തു. ആ മനുഷ്യൻ നോക്കി തിരിച്ചു വന്നു, ഒന്നും പറഞ്ഞില്ല. പാസ്പോർട്ട് അടിച്ചു. ഞാൻ ഇറങ്ങിപ്പോൾ ഒറ്റ അക്ഷരം ആ മനുഷ്യൻ എന്നോട് മിണ്ടിയില്ല. എൻ്റെ തൊട്ട് മുന്നേ വന്ന ആളവരെ ശരിക്കും ഫയർ ചെയ്യായിരുന്നു. ഹല്ലേലൂയ. മിണ്ടത്തില്ല, വാടപ്പിക്കും. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും? ഇത് വചനത്തിന്റെ ശക്തിയാ. ഇതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ, കടബാധ്യത മാറുവാൻ ആഗ്രഹമുള്ളത് കൈവീശി കാണിച്ച് ധാരാളമുണ്ട്. സാമ്പത്തിക ഉയർച്ച വേണം എന്ന ആഗ്രഹമുള്ളവർ മാത്രം എന്ന് കാര്യം എത്തിപ്പിടിച്ച് സാമ്പത്തിക ഉയർച്ച വേണമെന്ന് ആഗ്രഹമുള്ളവർ, എൻ്റെ ദൈവമേ അതിനുപോലും ഇവിടെ തീർക്ക് ആഗ്രഹമില്ലേ? സാമ്പത്തിക ഉയർച്ച വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈ എത്തിപ്പിടിച്ച് കാണിച്ച് എന്നിട്ട് കൈ ഉയർത്തുന്നില്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? സാമ്പത്തിക ഉയർച്ച എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ, അഭിവൃദ്ധി, ഇത് വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈ വീശി കാണിച്ച്. എൻ്റെ ദൈവമേ ഇനി കൈവെക്കുന്നില്ല. ദാരിദ്ര്യം മതി അവർക്ക്. ദാരിദ്ര്യം മതിയെങ്കിൽ ദാരിദ്ര്യത്തിൽ ജീവിക്കുള്ളൂ കേട്ടോ. ദയവ് ചെയ്ത് വലതുകരൊന്ന് എത്തിപ്പിടിച്ചേ, എല്ലാവരും എത്തിപ്പിടിച്ചേ. ഞാൻ പറയുന്ന പോലെ പറഞ്ഞേ, എനിക്ക് സാമ്പത്തിക ഉയർച്ച വേണം. ഒച്ചത്തിൽ പറഞ്ഞേ. ഈ ഒച്ച പോരാ, ഒച്ചത്തിൽ പറ. എനിക്കും എൻ്റെ കുടുംബത്തിനും സാമ്പത്തിക ഉയർച്ച വേണം. എനിക്കും എൻ്റെ കുടുംബത്തിനും സാമ്പത്തിക ഉയർച്ച വേണം. എനിക്കും എൻ്റെ കുടുംബത്തിനും സാമ്പത്തിക ഉയർച്ച വേണം. ഒച്ചത്തിൽ പറഞ്ഞേ, ദാരിദ്ര്യത്തിന്റെ പിശാചേ എന്റെ കുടുംബത്തെ വിട്ടുമാറുക. സാമ്പത്തിക തകർച്ചയുടെ ദുരാത്മാവേ എന്റെ കുടുംബത്തെ വിട്ടുമാറുക. സാമ്പത്തിക മേഖലകളിൽ ഉയർച്ച തടയുന്ന, അഭിവൃദ്ധി തടയുന്ന പൈശാചിക ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. ശക്തമായി സ്തുതിച്ചേ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. പോരാ, ശക്തിയോടെ സ്തുതിച്ചേ, അതിരം തുറന്ന് വിളിച്ച് യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും ദാരിദ്ര്യം വേണമെന്ന് പറയരുത് കേട്ടോ. ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിക്കരുത്. നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യം പോണമെങ്കിൽ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ ദാരിദ്ര്യത്തിന്റെ പിശാചേ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളാൻ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പറയണം. അതൊരു ശരിക്കൊരു പിശാച, ദാരിദ്ര്യത്തിന്റെ പിശാച്. ക്രൈസ്തവ കുടുംബങ്ങൾ, ഞാനൊരു ഉദാഹരണം പറയാം. എത്രയോ ക്രൈസ്തവ കുടുംബങ്ങളാണെന്നറിയോ ദാരിദ്ര്യത്തിലും വിഷമത്തിലും കഴിയുന്നത്. ഉദാഹരണം, കഴിഞ്ഞ ജനുവരി മാസം 2ാമത്തെ ആഴ്ചയിൽ ഞങ്ങൾ കൊല്ലത്ത് ഒരു കൺവെൻഷൻ നടത്തുകയാണ്. ഹൃദയസ്പർശിയ അനുഭവം. ആയിരക്കണക്കിന് 10,000-ത്തിലധികം ആളുകൾ ആ കൺവെൻഷൻ പങ്കെടുത്തു. ഓരോ ദിവസവും
അവിടെ ആ പള്ളിയിലെ 23 വർഷത്തിന് ശേഷം ആദ്യമായിട്ടൊരു കൺവെൻഷൻ നടക്കുകയാണ്. ഞാൻ കൊല്ലത്ത് പല ഭാഗത്ത് കൺവെൻഷൻ നടത്തിയിട്ടുള്ളപ്പോൾ നാനോ ഭാഗത്തും ജനം വന്നു. ആ കൺവെൻഷൻ്റെ ദിവസങ്ങളിൽ അവിടെ എല്ലാ ദിവസവും ഉണ്ണീശോ പള്ളിയാണ്. ഉണ്ണീശോയുടെ നൊവേനയുണ്ട്. രാവിലെ കുർബാന നൊവേന, ഉച്ചയ്ക്ക് 12 മണിക്ക് കുർബാന നൊവേന. അപ്പം ഞാൻ എല്ലാ ദിവസവും 12 മണിൻ്റെ കുർബാന കണ്ട് നൊവേന കൂടും. വൈകിട്ട് കുർബാനയോട് കൂടി നൊവേന കഴിഞ്ഞ് കൺവെൻഷൻ ഗ്രൗണ്ടിൽ, പള്ളിയിൽ ഇത് ഗ്രൗണ്ടിൽ കൺവെൻഷനാണ്. തൊട്ട് അങ്ങേ ഭാഗമെല്ലാം കടലാണ്. അവിടെ ഉച്ചക്കത്തെ കുർബാന കഴിഞ്ഞ് നൊവേന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ കാണാം ആ പള്ളിയിൽ എല്ലാ ദിവസവും ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്. പള്ളിയുടെ വകയായിട്ട് ഉച്ചഭക്ഷണം കൊടുക്കുക. അവിടെ നിൽക്കുന്ന സ്ത്രീകളുടെ പാവപ്പെട്ട മനുഷ്യരാ. 2 വർഷക്കാലമായിട്ട് കടലിൽ മത്സ്യമില്ലാതെ വിഷമിക്കുക. അവരെ മത്സ്യത്തെ കിട്ടാനില്ല, പട്ടിണിയാണ്. കടപ്പുറം ആ സ്ത്രീകളൊക്കെ ഉടുത്തിരിക്കുന്ന സാരിക്ക് കൂടി വന്ന ഒരു 200 രൂപ 250 രൂപ കാണുള്ളൂ. ചെളിയും പിടിച്ച് കീറിയതും പാവപ്പെട്ട സ്ത്രീകള്. കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ കഷ്ടം തോന്നും. ചില ചേട്ടന്മാരൊക്കെ ചോറൊക്കെ മേടിച്ചിട്ട് സാമ്പാറോ എന്താ കറിയുള്ളൂ അവിടെ പോയിരുന്ന് കഴിക്കുന്ന കണ്ടാൽ അത് കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നി. ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു സമൂഹം അവിടെ ഇരിക്കുക, കഷ്ടപ്പെടുക. അതുകൊണ്ട് ദേവാലയത്തിൽ നിന്ന് ഉച്ചയ്ക്ക് വരുന്ന മുഴുവൻ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. പള്ളി വകയായിട്ട് കൊടുത്തോണ്ടിരിക്കുക ഭക്ഷണം. ദാരിദ്ര്യം അനുഭവിക്കുന്നവരും കഷ്ടത അനുഭവിക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. ദയവ് ചെയ്ത് ദാരിദ്ര്യത്തെ നമ്മൾ സ്നേഹിക്കണ്ട. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഡ്രസ്സ് വേണോ? നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കാശ് വേണോ? ഫീസ് കൊടുക്കാതെ ഏതെങ്കിലും സ്കൂളുകാർ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കോ? കോളേജിൽ പഠിപ്പിക്കുമെന്നേ ഇല്ല. മക്കളെ കെട്ടിച്ചു വിടാൻ കാശ് വേണ്ടേ? നല്ലൊരു വീട് വേണേ കാശ് വേണ്ടേ? നല്ലൊരു സാമാന്യം ഭേദപ്പെട്ട ഒരു വണ്ടി മേടിക്കുന്ന കാശ് വേണ്ടേ? ഇതൊക്കെ പോട്ട് കടയിൽ ചെന്നാൽ അരി മേടിക്കുന്ന കാശ് വേണം. 1 കിലോ മീൻ മേടിക്കുന്ന കാശ് വേണോ? ഇറച്ചിക്കട ചെന്നിട്ട് ചിരിച്ചു കാണിച്ചാൽ കൊണ്ടുപോക്കോ 1 കിലോ ഇറച്ചി തരുമോ? ഒന്നുമില്ല, കാശ് വേണം. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞത് ദാരിദ്ര്യത്തെ നമ്മൾ കെട്ടിപ്പിടിക്കരുത്. നമ്മുടെ കുടുംബത്തിന് ന്യായമായിട്ട് ജീവിക്കാനുള്ള സമ്പത്തും അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാവണം. നിയമാവർത്തനം 28:1 മുതൽ 14 വരെ വചനങ്ങള് നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും വായിക്കണം. വർഷങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും വചനം വായിക്കുന്നു. എൻ്റെ മക്കൾക്കൊക്കെ മനപ്പാട വെള്ളം പോലെയാണ്. 14 വചനങ്ങൾ, നിയമാവർത്തനം 1 മുതൽ 14 വരെ വചനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് കൊന്ത ചൊല്ലിയിട്ട് ഉച്ചത്തിൽ ഈ വചനം വായിച്ചു. നിങ്ങളുടെ വീട്ടിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരാൻ തുടങ്ങും. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കെന്ന് പറയാ വചനം കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടെ നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകൾ ഉന്നതനാക്കും. അങ്ങനെ കൊണ്ട് പോവുകയാണ്. പിന്നീട് പറയുന്നു, നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. 5-6 വചനമാണ്. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. 13-ാം വചനം, നിയമാവർത്തനം 28:13. 28 കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും. നീ ആരുടെയും ആജ്ഞാനുവർത്തി ആയിരിക്കത്തില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച്, ദൈവത്തിൻ്റെ കൽപ്പനകള്, പ്രമാണങ്ങള്, വചനങ്ങള് സദാപൂർവം പാലിക്കണം. നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവത്തില്ല. ഇത് ദൈവത്തിന്റെ വചനമാ. നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നിനക്ക് ഒരിക്കലും, ദൈവത്തിന്റെ വാക്കാ, ഒരിക്കലും അധോഗതി ഉണ്ടാവത്തില്ല. ഹല്ലേലൂയ. ഈ വചനം വിശ്വസിക്കണം. കരബന്ധത്തിൽ പിടിച്ച് ഒച്ചത്തിൽ പറഞ്ഞേ, എനിക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാവത്തില്ല. ഒച്ചത്തിൽ പറ, എനിക്ക് അധോഗതി ഉണ്ടാവത്തില്ല. എനിക്ക് അഭിവൃദ്ധി ഉണ്ടാവും. എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും. കടഭാരങ്ങൾ മാറും. എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എനിക്ക് അഭിവൃദ്ധി ഉണ്ടാവും. എനിക്കൊരിക്കലും അധോഗതി ഉണ്ടാവത്തില്ല. എനിക്ക് ഉയർച്ച ഉണ്ടാവും. പറഞ്ഞേ, എനിക്ക് ഉയർച്ച ഉണ്ടാവും. എനിക്ക് ഉയർച്ച ഉണ്ടാകും. എനിക്ക് അഭിവൃദ്ധി ഉണ്ടാകും.
എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, മക്കൾ അനുഗ്രഹിക്കപ്പെടും. ഇത് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാർ ഓരോ ദിവസവും വാതുറന്ന് പറയണം, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, അഭിവൃദ്ധി ഉണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും, ഉയർച്ച ഉണ്ടാവും, ഉയർച്ച ഉണ്ടാവും, അഭിവൃദ്ധി ഉണ്ടാവും. ഇത് തന്നെ വാതുറന്ന് പറയണം. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. വചനം ഞാൻ പറഞ്ഞ വചനം നിയമാവർത്തനം 28:1 മുതൽ 14 വരെ നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും വായിക്കണം. ഞാനിത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ ഓരോ ധ്യാനത്തിലും പ്രസംഗത്തിൽ ഇത് പറഞ്ഞു കൊടുക്കും. കാരണം ക്രൈസ്തവ കുടുംബങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവണം, ഉയർച്ച ഉണ്ടാവണം. നമ്മുടെ മക്കൾക്ക് നല്ല ജോലി വേണം, നല്ല വിദ്യാഭ്യാസം വേണം, സമ്പത്ത് വേണം, എല്ലാം വേണം. അതെ, ഇത് കർത്താവ് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ട് വചനം നിരന്തരം നിങ്ങളുടെ വീട്ടിൽ നിന്ന് വായിച്ചു പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് പോവുക. അഭിവൃദ്ധി ഉണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും, അധോഗതി ഉണ്ടാവത്തില്ല. വിശ്വസിക്കണം, ഏറ്റെടുക്കണം ഈ വചനം. ഹല്ലേലൂയ.